മണിക്ക് നടക്കുന്ന വമ്പിച്ച പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്ത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ കടമ നിർവഹിക്കും. ഫിലിപ്സ് കാർബൺ കമ്പനിയുടെ മലിനീകരണത്തിനെതിരെ 13 വർഷത്തിലധികം കാലമായി നാട്ടുകാർ സമരത്തിലാണ്. ഈ സമരം തുടരുന്നതിനിടയിലാണ് 300 മെട്രിക് ടൺ കാർബൺ കരി അധികമായി ഉൽപ്പാദിപ്പിക്കാൻ കമ്പനിക്ക് 2 കൊല്ലം മുമ്പ് അനുമതി കിട്ടിയത്. ഉൽപാദനം വർദ്ധിപ്പിച്ചതോടെ കരിമുകളും പരിസരവും കൂടുതൽ മലീമസമാവുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഇവിടുന്ന് പൊളിച്ചു മാറ്റിയ 2 പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. ആ പ്ലാന്റിന്റെ രീതിയിൽ തന്നെയുള്ള പുതിയ പ്ലാന്റ് അതിന്റെ ഡബിൾ കപ്പാസിറ്റിയിൽ, പണ്ടുണ്ടായിരുന്നതിന്റെ ഡബിൾ കപ്പാസിറ്റിയിൽ വീണ്ടും വരുന്നു. ജനങ്ങളുടെ മൗലികാവകാശമായ ശുദ്ധജലം, ശുദ്ധവായു തുടങ്ങിയ നേരെയുള്ള ഒരു കയ്യേറ്റം വരുമ്പോൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഇത് പൗരനും പ്രതികരിക്കും. എന്നാൽ നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് കമ്പനി അധികാരികളുടെ വിശദീകരണം. പുതിയ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യകളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അവരുടെ വീക്ഷണത്തിൽ അവരുടെ ഗൈഡൻസോടുകൂടി മെഷീനറീസും ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. 1984 ആരംഭിച്ച കമ്പനിക്കെതിരെ നാട്ടുകാർ അന്നു മുതൽക്ക് തന്നെ സമരം തുടങ്ങിയിരുന്നതാണ്. 2006 രൂക്ഷ ദുർഗന്ധവും കരിപ്പൊടിയും മൂലം ജനങ്ങൾ പ്രക്ഷോഭം ശക്തമാക്കുകയും 2 പ്ലാന്റുകൾ അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. കരിമുകളിലും പരിസര പ്രദേശങ്ങളിലും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കം നടത്തിയ പഠനങ്ങളിൽ 40% ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച കരിമുകളിൽ പ്രതിഷേധ സംഗമം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.